ഗുഡ് ഈവനിങ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം രസപ്പൊടിയൊന്നും ചേർക്കാതെ നാടൻ രീതിയിലൊന്നും മുഴുവനായിട്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ ചെറിയൊരു തമിഴ്നാട് സ്റ്റൈലും കൂടെ ഉണ്ട്. അങ്ങനെ എങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളൻ പുളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം ആ വെള്ളമൊക്കെ ഒന്ന് ഇതായി നന്നായിട്ട് മെൽറ്റായി അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വരും. അതിനുശേഷം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഞാനിപ്പം പുളി അത് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ 4 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഈ കുരുമുളക് വന്നിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇതേപോലെ ഫ്രഷ് ആയിട്ട് കുരുമുളക് എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പൊടിച്ച് ചേർക്കുന്നതാണ് ടേസ്റ്റ്. കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ ചെയ്തിട്ട് ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇങ്ങനെ ഫൈൻ പൗഡറൊന്നും ആകണ്ട, ഇത് ഈ ഒരു പരുവായി കിട്ടിയാൽ മതിയാവും നമുക്ക്. അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും പേസ്റ്റാക്കി ചേർക്കുന്നതിനേക്കാളും അതാണ് നല്ലത്. 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല വെള്ളമുള്ള തക്കാളി കേട്ടോ. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാൻ വയ്ക്കാം. ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു തമിഴ് റെസിപ്പിയും കൂടി ആയതുകൊണ്ടാണ് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 3 അല്ലെങ്കിൽ 4 മണി ഉലുവ ഞാൻ ചേർക്കുന്നുണ്ട്. ചിലർ ഉലുവ ചേർക്കാറില്ല, പക്ഷെ ഉലുവ ചേർത്തിട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫ്ലേവർ വന്നിരുന്നു. അപ്പം ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഉലുവ ചേർത്തിട്ടാണ് ചെയ്യാറുള്ളത്. പിന്നെ 2 വറ്റൽമുളക് കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ജീരകമായിരുന്നു ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ അതിന് പകരം വെളുത്തുള്ളി ചേർത്ത് പോയതാണ്. ഇപ്പോൾ ജീരകം ഞാൻ 1/2 ടീസ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് സൈഡിലായിട്ട് ആ എണ്ണ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ആ എണ്ണയിലേക്ക് ഇട്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ജീരകം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ജീരകം ചേർക്കുക, അതിനുശേഷം വെളുത്തുള്ളി ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നമ്മുടെ വെളുത്തുള്ളി. അതിനുശേഷം ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്തത്. എരിവില്ലാത്തതാണെന്നുണ്ടെങ്കിൽ 1 2 ഒക്കെ ചേർക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല കളറുള്ള നല്ല തക്കാളിയാണ് കേട്ടോ. അപ്പം വെള്ളമൊക്കെ ഇല്ലാത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഇത് വേവിക്കാനായിട്ട് ഒരു അല്പം വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി എപ്പോഴും നമുക്ക് വേവിക്കാനായിട്ട് മൂടി വെച്ച് വേവിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് മൂടി വെച്ച് വേവിച്ചാലും ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനൊന്ന് ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഇത് ഫുള്ളായിട്ട് വെന്തിട്ടുണ്ടോ, അടിക്ക് എങ്ങാനും പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. ഇപ്പം നല്ല വെള്ളമുള്ള തക്കാളി ആയത് കാരണം ഒട്ടും തന്നെ അടിക്ക് പിടിച്ചിട്ടില്ല. പക്ഷെ മുഴുവനായിട്ട് ഇത് വെന്തിട്ടില്ല, അത് കണ്ടില്ലേ. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കഷ്ണം പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് നല്ല മാഷായിട്ട് വരണം. അപ്പോഴാണ് നമ്മുടെ രസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് രസം കുടിച്ചു കഴിഞ്ഞാൽ അറിയാലോ, ഒട്ടും ഒരു കഷ്ണം പോലും ഉണ്ടാവത്തില്ല. അപ്പോൾ നല്ല ഒരു പ്രത്യേക ഫ്ലേവറാണ് തമിഴ്നാട്ടിലെ രസത്തിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം മല്ലിയില ചേർത്തിട്ടൊന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങും. നമ്മൾ പിന്നീട് മല്ലിയില ചേർക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴും ഒന്നുകൂടെ ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് മാഷായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ല. ഈ സമയത്ത് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. കാരണം നമ്മൾ പിന്നീട് വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കത്തില്ല. അപ്പോൾ പുളി ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. അപ്പോൾ പുളിയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചോളും. ഈ സമയത്ത് ഞാൻ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബൗളിന് ഞാൻ 1.25 കപ്പ് ബൗൾ ഞാൻ ചേർത്തിട്ടുണ്ട്. മെഷറിംഗ് കപ്പ് പറയാനാണെന്നുണ്ടെങ്കിൽ 240 ml മെഷറിംഗ് കപ്പിൽ 1.5 കപ്പ് മെഷറിംഗ് കപ്പോളം വെള്ളം വരുന്നുണ്ട്. അത്രയും വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്നും വേണ്ടല്ലോ, നമുക്ക് അറിയാമല്ലോ രസത്തിൻ്റെ കൺസിസ്റ്റൻസി, അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അല്പം കായം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഒരുപാടിട്ട് തിളച്ച് മറിയരുത്. തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ രസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതിയാവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ചൂടാവുകയും ചെയ്യും. ഒരുപാട് അങ്ങ് തിളച്ച് മറിയത്തുമില്ല. അപ്പോൾ അന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കുറച്ചുകൂടെ മല്ലിയില ഒന്ന് തൂവി കൊടുക്കാം.
അപ്പോൾ കഴിഞ്ഞു നമ്മുടെ സൗത്ത് ഇന്ത്യൻ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിനൊപ്പം ബഹു കേമാണ്. അതേപോലെ വെറുതെ നമ്മൾ ഗ്ലാസ്സിലെടുത്ത് കുടിക്കാനും അതേ രസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അപ്പം എല്ലാവരും ഇതേപോലെ തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. താങ്ക്